നിങ്ങൾ എന്തേ റൂഹ് തൊണ്ടൻകുഴിയിലെത്തുമ്പോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. നിങ്ങൾ ആരോടായി അഭിസംബോധനം? ഒരാൾ മരിക്കുമ്പം ആ മരണാസന്നനായ വ്യക്തിയുടെ അരികൾ ഒരുമിച്ചുകൂടിയ, അവന്റെ ചാരത്തൊത്തുകൂടിയ മുഴുവൻ ആളുകളെയുമാണ് അള്ളാഹ് വിളിക്കുന്നത്. വാപ്പ മരിക്കുമ്പം മക്കളെ, ഭർത്താവ് മരിക്കുമ്പം ഭാര്യയെ, ഭാര്യ മരിക്കുമ്പം ഭർത്താവിനെ, എല്ലാവരെയും വിളിക്കുന്നു, കുടുംബക്കാരെ മൊത്തം വിളിക്കുന്നു. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. നിങ്ങൾ നിങ്ങളുടെ വാപ്പയുടെ ആ മരണാസന്നനായ വ്യക്തിയുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നഗ്നനേത്രം കൊണ്ട് നിങ്ങൾ കാണുന്നു. വഅൻതും ഹീനഇദിൻ, നിങ്ങൾ ആ മരണമാസന്നമായ സമയത്ത് തൻദുറൂൻ, ആ വ്യക്തിയെ കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അയ്യുഹൽ ഹാദിറൂന ഹൗല സാഹിബിഹാ. ഈ ആത്മാവ് ആരുടെ കയ്യിലാണോ, ആ ആത്മാവ് ആരുടേതാണോ, ആ ആത്മാവിന്റെ ഉടമയുടെ ചുറ്റും റൂഹ് തൊണ്ടൻകുഴിയിൽ കെട്ടി നിൽക്കുന്ന മയ്യത്തിന്റെ തൊട്ട് ഓരത്ത് ചാരത്ത് ഒരുമിച്ച് കൂടിയവരെ, അവിടെ സന്നിഹിതരായവരെ, തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇലാ മാ ഹുവ ഫീഹി മിനൽ ഗമറാത്ത്, അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സക്കറാത്തിന്റെ ഹാല്, അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണവിപ്രാളങ്ങൾ മുഴുവനും നിങ്ങൾ കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. സംഗതി നിങ്ങൾ കാണുന്നത് വാപ്പ കാല് വലിക്കുന്നതാണ്. വേദന കൊണ്ട് വാപ്പ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്, കൈകാലുകൾ കോച്ചുന്നുണ്ട്, ചുണ്ടുകൾ തിരിച്ചു മറിക്കുന്നുണ്ട്, അതാ പല്ല് കടിക്കുന്നുണ്ട് വേദന കൊണ്ട്. നിങ്ങൾ അതൊക്കെയാ കാണുന്നത്. പക്ഷേ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, നിങ്ങളെ വാപ്പയിലേക്ക് നിങ്ങളെക്കാൾ തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മളാ. വലാകിൻ ലാ തുബ്സിറൂൻ, പക്ഷേ നമ്മുടെ അടുത്തുണ്ടെന്ന കഥ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ കാണുന്നത് വാപ്പാന്റെ കയ്യും കാലും വളയുന്നത് മാത്രമാണ്. നിങ്ങൾ കാണുന്നത് വാപ്പ പെടയുന്നത് മാത്രമാണ്. നിങ്ങൾ കാണുന്നത് വാപ്പയുടെ ചുണ്ടുകൾ കോടുന്നത് മാത്രമാണ്. എന്നാ നോക്കിക്കോ, ആ പല്ല് കടിക്കുന്നത് മാത്രമല്ല ഞാൻ കാണുന്നത്. നിന്റെ വാപ്പയുടെ ഓരോ ഞരമ്പുകളും എന്തനുഭവിക്കുന്നു എന്നറിയുന്നവനാ ഞാൻ. നിന്റെ വാപ്പയുടെ ഓരോ അവയവങ്ങളും എന്തനുഭവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, ആ മയ്യത്തിലേക്ക് നിങ്ങളെക്കാൾ അടുത്ത വിവരം ആ മയ്യത്തിനെ കുറിച്ചുള്ളതിരിക്കാൻ. രക്ഷിക്കണമെങ്കിൽ ആ മയ്യത്തിനെ രക്ഷിക്കാൻ കഴിയായിരിക്കാൻ, അപകടപ്പെടുത്തണമെങ്കിൽ അപകടപ്പെടുത്താൻ കഴിയുകയിരിക്കാൻ. അവന്റെ തൊട്ടടുത്തുള്ളത് ഞാനാണ്. വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾക്കൊന്നും അവൻ അനുഭവിക്കുന്ന വേദനയുടെ യാഥാർത്ഥ്യം അറിയില്ല. നിങ്ങൾ ഞാൻ അറിയുന്നുണ്ട് എന്ന കഥ നിങ്ങൾ കാണുന്നവരുമല്ല. വലാകിൻ ലാ തുബ്സിറൂൻ, പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. എത്ര അടുത്തൊരാൾ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾക്ക് രക്ഷിക്കാൻ മലയോളം ആഗ്രഹമുണ്ട് മനസ്സിൽ, പക്ഷെ ഉണ്ടായിട്ടെന്താ കാട്ടുക? രക്ഷിക്കാൻ കഴിയൂല. രക്ഷിക്കാൻ നിങ്ങൾ കഴിയൂല. മലയോളം ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, അല്ലാഹു വീണ്ടും ചോദിക്കും, എന്തുകൊണ്ടല്ല ഈ ലൗലാ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് അല്ലാഹു വീണ്ടും 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 ഇങ്ങനെ ചോദിക്കുകയാണ്. അത് ഒന്നിന് ശക്തി കൊടുക്കാൻ വീണ്ടും കൊണ്ടുവന്നൊരു വചനം. ആദ്യത്തെ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു, ഒന്നും കൂടെ കൊണ്ടുവന്നു, ഒരാവർത്തിയും കൂടെ ആവർത്തിക്കാൻ. എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ലെങ്കിൽ. നിങ്ങൾ മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ല എന്നാണല്ലോ നിങ്ങളുടെ വാദം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? തർജിഊനഹാ, ആ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ എന്തേ കഴിയാതിരുന്നത്? ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അല്ലാഹു തആല ശക്തിവാചകങ്ങളും അതുപോലെ തന്നെ കൂടുതൽ ആ വിഷയം ഒന്നും കൂടെ ഊന്നൽ നൽകി പറയാനുമൊക്കെ വേണ്ടി അല്ലാഹു തആല കുറെ വാക്കുകളെ മുന്നോട്ട് വെക്കുകയും കുറെ വാക്കുകളെ പിന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ആയത്തുകൾ വെച്ചത്. അതിന്റെ നേരെ ഓർഡർ, ശരിക്കും ആ ആയത്തിന്റെ ഓർഡർ വായിക്കുകയാണെങ്കിൽ ഫലൗലാ തർജിഊനഹാ, എന്തേ നിങ്ങൾക്ക് ആ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ കഴിയാതിരുന്നത്? ഇദാ ബലഗത്തിൽ ഹുൽഖൂം, അത് തൊണ്ടൻകുഴിയിലെത്തിയപ്പോ, അന്നനാളത്തിലെത്തിയപ്പം എന്തുകൊണ്ട് നിങ്ങൾക്കതിനെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല? ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ, ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ
നിയന്ത്രിക്കപ്പെടുന്നവരല്ല, മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ല, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന വാദത്തിൽ നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തേ നിങ്ങൾക്ക് ആ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ കഴിയാതിരുന്നത്? വാപ്പ അങ്ങോട്ട് മരിക്കന്നെ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വാപ്പ മരിക്കുകയാണെങ്കിൽ വാപ്പ മരിക്കുക എന്നല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ ആയത്തുകളെ മുഴുവനും നിഷേധിക്കുകയാണ്, അങ്ങേറ്റം നിഷേധിക്കുന്നു. ഖുർആനാണ് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾ കഴിയുന്നില്ല. പ്രവാചകനയച്ചാൽ ആ പ്രവാചകനെ നിങ്ങൾ സാഹിറാക്കി, കദാബാക്കി, കള്ളനാണ്, മാരണക്കാരനാണെന്ന് പറഞ്ഞു. അമാനുഷിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് ഇറക്കിത്തന്നാൽ അത് മാരണമാണെന്ന് പറഞ്ഞു, അത് പച്ചക്കള്ളമാണെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് മഴ തന്നാൽ നിങ്ങൾ അതിനെ നിഷേധിക്കുന്നു, നാറ്റാല കൊണ്ടാണ് മഴ കിട്ടിയതെന്ന് പറഞ്ഞു. ഇങ്ങനെ ലോകത്തെ നിയന്ത്രിക്കാൻ ഒരാളില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ അങ്ങനെ നിയന്ത്രിക്കാൻ ആളില്ല എങ്കിൽ മക്കളെ, ഇതാ വന്നിരിക്കുന്ന സംഭവം, നിങ്ങളുടെ വാപ്പ ഇതാ മരിക്കാൻ കിടക്കുന്നു, നിങ്ങളുടെ കയ്യിലാണ് കാര്യമെങ്കിൽ, നിങ്ങളുടെ മുകളിൽ മറ്റൊരാളില്ല, മനുഷ്യർ തന്നെയാണ് ഇവിടുത്തെ കേമന്മാരെങ്കിൽ, ദാ ആ ആത്മാവ് തൊണ്ടൻകുയിൽ നിന്നങ്ങ് പിരിയുമ്പം വേണമെങ്കിൽ നിനക്ക് കഴിയുമെങ്കിൽ മോനെ, നീ നിന്റെ വാപ്പയുടെ ബോഡിയിലേക്ക് തന്നെ അതിനെ തിരിച്ചു നൽക, ആ ആത്മാവിനെ തിരിച്ചു നൽക. ഫമാലക്കും ലാ തുർജിഊന റൂഹ ഇലൽ ബദനി ബഅദ ബുലൂഗിഹിൽ ഹുൽഖൂം. അവിടെ എത്തിയതിന്റെ ശേഷം എന്തേ നിങ്ങൾക്ക് ആ ആത്മാവിനെ ബോഡിയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ കഴിയാത്തത്? ഇല്ലം യകുൻ സമ്മത ഖാബിദുൻ, അവിടെ ഒരു നിയന്ത്രിക്കുന്ന ഒരാളില്ലെങ്കിൽ അപ്പോ റൂഹ് പിടിക്കുന്ന ഒരാളുണ്ട്, കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് എന്നല്ലേ ബോധ്യപ്പെടുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾക്കിതിന് കഴിയാത്തത് എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറുൽ മദാരിക്കിൽ ഈ കാര്യങ്ങൾ അത്രയും വ്യക്തമായി ഈ ആയത്തുകൾ മുഴുവനും അപഗ്രഥിച്ചു സംസാരിച്ചു, എല്ലാം കൃത്യമായിട്ട്. അപ്പൊ മരണം എന്ന് പറഞ്ഞത് എന്തായാലും നടക്കാനുള്ള ഒരു സംഗതിയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കാർക്കും സാധ്യമല്ല. ആർക്കാ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക? ഒരൊറ്റ കുട്ടിക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മരണം അത് മുന്നിലങ്ങ് വന്നു കഴിഞ്ഞാൽ അതിന് കീഴ്പ്പെടുകയല്ലാതെ ഒരു മാർഗവുമില്ല. നിങ്ങൾ വാപ്പക്ക് മരണം വരുമ്പോൾ നിങ്ങൾ വാപ്പയുടെ അവസ്ഥ ശരിക്ക് കാണുന്നു എന്ന് പറഞ്ഞു. ആ അവസ്ഥ ഞാൻ പറഞ്ഞു. വാപ്പ കാല് വലിക്കുന്നതും കൂട്ടുന്നതും ഒക്കെയാ കാണുന്നത്. അല്ലാഹു തആല സൂറത്തുൽ ഖിയാമയുടെ 26 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു പറഞ്ഞു, കല്ലാ ഇദാ ബലഗതിത് തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്. അതാണ് ആ മരണവിപ്രാളം. നിങ്ങൾ വാപ്പാന്റെ മരണവിപ്രാളം ശരിക്ക് കാണുന്നു എന്ന് പറഞ്ഞു. ആ മരണവിപ്രാളാണ് സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹു എടുത്തുദ്ധരിച്ചത്, അള്ളാഹു പരിചയപ്പെടുത്തിയത്. എന്തേ സംഭവിച്ചത്? വേണ്ടട്ടോ, ഇക്കളിയൊന്നും കളിയല്ല, ഈ പോക്കിരിത്തരത്തിനൊന്നും അർത്ഥമില്ല, നിങ്ങൾ ഈ മസ്ജിദ് പിടിക്കുന്നതിന് അർത്ഥമില്ല, ദൈവനിഷേധികളാകുന്നതിൽ അർത്ഥമില്ല, ദുനിയാവിന്റെ പിന്നാലെ കൂടുന്നതിൽ അർത്ഥമില്ല. കേൾക്കുക, ഇതാ നിങ്ങൾക്ക് വരാനുള്ളത് മഹാദുരന്തമാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. ഇതാ ബലഗത്തി തറാഖിയ, ആത്മാവ് തൊണ്ടൻകുയിലെത്തിയാൽ, റൂഹ് തൊണ്ടൻകുയിലെത്തിക്കഴിഞ്ഞാൽ, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാ